ബാബ പറഞ്ഞല്ലോ ഞാൻ ആ ഒരു ബോധത്തിലായിരുന്നു, അള്ളാഹുന്ന ബോധത്തിലായിരുന്നു. എപ്പോ? കുറെ 30 വർഷം മുമ്പ്. ഇല്ല, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. ഞാൻ 30 വർഷം മുമ്പ് അള്ളാഹു എന്ന ബോധത്തിലല്ലായിരുന്നു. ഇപ്പോഴാണ് അള്ളാഹു എന്ന ബോധത്തിലുള്ളത്. അല്ല, അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നതല്ല പറഞ്ഞു, ഈ ഇവരെല്ലാം കൂടിയിട്ട്. ആ, ഏകാന്ത വർഷത്തിലായിരുന്നു. അപ്പൊ ഒരു ബോധവും ഇല്ലല്ലോ, ഒരു ഇല്ല, ബോധവും ഇല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ ബാബ അതെ. ഇരിക്കുന്നത്. ഞാൻ പ്രപഞ്ചമായിരിക്കുകയാണ്, ആ, ഇറങ്ങി വരാതെ. ഈ ശരീരം എന്ന ബോധമൊന്നുമില്ല. ഇല്ല. അപ്പോ നമ്മളിപ്പോ അപ്പൊ നഗ്നമായിരുന്നു. അനഗ്നമായിരുന്നു. അപ്പൊ ഈ ശരീരം ഇല്ലെങ്കിലും ആ ഒരു അവസ്ഥയിൽ തന്നെയല്ലേ ബാബ ഇരിക്കുക, ആ ബാബ ഉണ്ടാവുക. ശരീരമില്ലെങ്കിൽ ശരീരം ഉണ്ടായിരിക്കെ ആ ഒരു അവസ്ഥയിലായിരുന്നു ബാബ. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോൾ അതന്നെയാണ്. പക്ഷെ ഞാൻ ഈ ശരീരം വിട്ടു കഴിഞ്ഞാലും ആ ഒരു ബോധത്തിൽ തന്നെയല്ലേ അതെ, ഉണ്ടാവുക. ആ അവസ്ഥയിലായിരിക്കും. ആ അവസ്ഥയിൽ തന്നെയാണോ നമ്മൾ ഈ ശരീരം വിട്ടു കഴിഞ്ഞാലും നിങ്ങളുമായി തന്നെ ഉണ്ടാവുക. അതിൽ തന്നെ ഉണ്ട് അല്ലേ? അതെ, ആരും വ്യത്യസ്തമല്ല, ആരും വ്യത്യാസമില്ല ഭൂമിയിൽ, പ്രപഞ്ചത്തിലുണ്ട്. പക്ഷെ നിങ്ങളെ മതങ്ങൾ പറഞ്ഞിട്ട് വിവിധ രീതിയിൽ കബളിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ അതെന്ത് ഒരു ബോധം ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കൂല അത്. അതെ, നിങ്ങൾ യഥാർത്ഥ ഈ ഊർജം തന്നെ. ഇപ്പൊ ഈ കറണ്ട്, ഈ ട്യൂബ് കത്തുന്ന, ലൈറ്റ് കത്തുന്ന, സ്വിച്ച് ഓഫാക്കിയാലും കറണ്ട് അവിടെ ഒന്നും പറ്റാതെ അവിടെ ഉണ്ട്, അതിനൊന്നും സംഭവിക്കുന്നില്ല, മറയുകയും ചെയ്യും. അത് ഊർജം പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ളൂ നിൽക്കുന്നത്. നിങ്ങളെ എൻ്റെ ശരീരം, നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കുക, എന്നാ പറയാം, എൻ്റെ ശരീരത്തിൽ നിന്ന് കേടുവന്ന് ആത്മാവിന് പുറത്തു പോയാൽ ഈ സംസാരിക്കുന്ന ആരാണ്? ശരീരമാണോ ആത്മാവാണോ? പുറത്തു പോയാൽ പിന്നെ സംസാരവും കാഴ്ചയും ഒന്നുമില്ലല്ലോ. അപ്പൊ ആത്മാവിലെ സംസാരിക്കുന്നത്. അപ്പൊ ഈ ആത്മാവായ ഞാൻ മരിക്കുമോ? ഇല്ല, ഇല്ല. അതിവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ പ്രവർത്തിക്കണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിലും, ഞാൻ മനസ്സിലെ ആശയം പറയണമെങ്കിലും ഈ ശരീര രൂപം വേണമല്ലോ, രൂപം വേണമല്ലോ. അപ്പൊ രൂപത്തിലൂടെയാണല്ലോ പ്രവർത്തിക്കുന്നത്. നമ്മൾക്കൊരു എന്ത് വസ്തു ഉണ്ടാക്കുകയാണെങ്കിലും ടൂൾസ് വേണം, ആയുധം വേണം. എന്ന പോലെ ആ പ്രവർത്തനം നടത്താനുള്ള ടൂൾസ്, ആയുധമാണ്, ഉപകരണമാണ് ശരീരം. ഈ ശരീരം വേണം പ്രവർത്തിക്കാൻ ആത്മാവിന്. ഈ ശരീര രൂപമില്ലെങ്കിൽ ആത്മാവായ അള്ളാഹുവിനോ ദൈവത്തിന്, ഈശ്വരന് പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രകാശമായാലും അത് രൂപമാണ്. ആ പ്രകാശമാവും മുന്നേ പ്രവർത്തനമില്ല, നിശ്ചലമായിരുന്നു, ശൂന്യം എന്ന് പറയും. പ്രവർത്തിക്കണമെങ്കിൽ, ഈശ്വരൻ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ശരീരവും ഒരു രൂപം വേണം, അതിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അത് പ്രകാശമായാലും എന്തായാലും, അല്ലെങ്കിൽ പ്രവൃത്തിയില്ല. ആദ്യ പ്രകാശം ഉണ്ടാക്കിയില്ല ഇവിടെ, അതെങ്ങനെ ഉണ്ടായി ശരിക്കും? ഒരു ബോധതലത്തിലല്ല ഉണ്ടായിരുന്നത് ആ സ്ഥലം. വായുവോ വെള്ളമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നല്ലോ മോനെ. അത് ഏതാണ് ആദ്യ പ്രകാശം എന്ന് പറഞ്ഞാൽ? ആദ്യ വിത്തുന്നത് പോലെ സൂര്യന്. അത് എവിടെയാണ്? എന്താണ് സാധനം? അതാണ്. ഏതാണ് അത്? ഏതാണ് സാധനം? ഒന്ന് കാണിക്കേ. സൂര്യൻ. ആ, സൂര്യനാണ് പരമാത്മാവ്. ഇവിടെ ഒന്നും സൃഷ്ടിച്ചില്ല, അദൃശ്യമാണ്, അവനെ കാണാനും അറിയാനും കഴിയില്ല. കറണ്ട് മാത്രമേ ഉള്ളൂ എന്നെ പോലെ. അദൃശ്യനായിരിക്കുന്ന ഊർജം, ചൈതന്യം, ആത്മാവ് മാത്രമേ ഉള്ളൂ. അവന് സ്വന്തമായിട്ടൊരു പ്രവർത്തിക്കാൻ കഴിയില്ല. അവൻക്ക് പ്രവർത്തിക്കാൻ ഉപകരണം വേണമെന്ന് പറയില്ലേ? അതാണ് ആദ്യം അവൻ്റെ വിശേഷങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ആദ്യ പ്രകാശമായി, ദൃശ്യമായി. ഏതാണ്? ഏതായിട്ട്? അപ്രകാശമായി, ദൃശ്യമായി. അല്ല, അദൃശ്യതയിൽ നിന്ന് ആദ്യം വെളിവായത് ആ പ്രകാശമാണ്. അതാണ് ജ്യോതി എന്നും. പക്ഷെ ആ പ്രകാശം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു സംശയം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ കുഞ്ഞിനുണ്ടാക്കിയോ? നിങ്ങളുടെ വാപ്പയിൽ നിന്ന് പുറപ്പെട്ടു വന്ന ബീജമാണ് നിങ്ങളായി രൂപപ്പെട്ടത്. നിങ്ങളായിട്ട് തുടർന്ന് വാപ്പ ഉണ്ടാക്കിയ ആ ബീജം തന്നെയാണ് നിങ്ങളിൽ നിന്ന് വീണ്ടും പുറപ്പെടുന്നത്, വിത്ത്. അതെ. അതെങ്ങനെ ഉണ്ടായി? അതിന്റെ വാപ്പ ഉണ്ടായിരുന്നത് കൊണ്ട്. വാപ്പയിൽ നിന്നുണ്ടായി. വാപ്പ ഉണ്ടായത് കൊണ്ട് വാപ്പയിൽ നിന്ന് ബീജാണല്ലോ ഉണ്ടായത്, വാപ്പല്ലല്ലോ ഉണ്ടായത്. അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഘടനമാണ്. അതെങ്ങനെ ഉണ്ടാവും? ആ
ഊർജത്തിൻ്റെ വിശേഷ ഗുണങ്ങളെ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശമായി ദൃശ്യമായി. ഈ പ്രകാശത്തിൻ്റെ തന്നെ എടുക്കുമ്പോൾ പ്രകാശം എങ്ങനെ എല്ലാമായി ഉണ്ടായി നോക്ക്. പ്രകാശം തീ നമ്മൾ തിരി കത്തിച്ച് നമ്മളിവിടെ എല്ലാം ഇരിക്കുക. അതിൻ്റെ അടുത്ത് തീ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് വ്യാപിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കാൻ കഴിയില്ല, ദൂരെ മാറും, ചൂട് കൊണ്ട്. അങ്ങനെ ചൂട് വ്യാപിച്ച് കഠിനമായ ചൂട്, ആ ചൂടിൻ്റെ മർദ്ദം തള്ളൽ, അതുകൊണ്ടാണ് നമ്മൾ മാറിയിരിക്കുന്നത്. നമ്മളെ മേത്തേക്ക് ചൂടായി നിൽക്കുന്നത്. അപ്പം ദൂരത്തേക്ക് ആ ചൂട് വ്യാപിക്കുന്നത് കൊണ്ട് വ്യാപിച്ചു വരുന്നതിനാണ് ആ പ്രകാശം മർദ്ദം തള്ളി വരുന്നത്, വികസിച്ച് വരും. അതിനാണ് വായു എന്ന് പറയുന്നത്. ആ പ്രകാശ വ്യാപനത്തിൽ നിന്നാണ്, വായുവിൽ നിന്നാണ് ഹൈഡ്രജനും ഓക്സിജനും ശാസ്ത്രം പറയുന്നത്, വെള്ളവും മറ്റു വാതകങ്ങളും എല്ലാമായി വികസിക്കുന്നത്. അപ്പം ആ തീയിൽ നിന്നാണ്. ഇതെങ്ങനെയെന്ന് ചോദിക്കുന്നത് നിങ്ങൾ. അങ്ങനെ തന്നെ ഓരോന്നിനും പേരിട്ട് പറയുമ്പോഴുള്ള സംശയമായി സൂര്യനെ വിളിച്ചതാണ്. അദൃശ്യനായ ഒരുത്തൻ വെള്ളിമായി ദൃശ്യമായി വിശേഷപ്പെടും. ഇപ്പം വിത്ത് എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ചോദിച്ചാൽ, മുമ്പെയുള്ള മണ്ടന്മാർ ചോദിക്കുന്ന മാങ്ങയെ വിത്ത് അണ്ടിയോ ഉണ്ടായതെന്ന്. ഇത് പൊട്ടത്തിൽ നിന്നും ഈ അന്ധമായ എന്താണ് ഊഹക്കാരും ചോദിച്ച ആളെ ഇടങ്ങാറാക്കുന്ന പണിയാണ്. അണ്ടില്ലാതെ മരം ഉണ്ടാവില്ല. അണ്ടിയാണ് വിത്ത് വേണം എൻ്റെ. പിന്നെ വേറെ ഒരു വിഷയം പറയുന്നതാണ്. ഇപ്പം നമ്മൾ പ്രദേശത്ത് കാട് പിടിച്ചു പാഴ് ചെടികളെല്ലാം വളർന്നു അല്ലേ. എന്നിട്ട് നമ്മൾ ജന്തുക്കൾ വരും, കാടെല്ലാം വെട്ടിക്കളി, വീണ്ടും വേരടക്കം മുറിച്ച് കളയും. പിന്നെയും അവിടെ ഉണ്ടാവും, മഴ പെയ്യുന്നുണ്ടാവും. പക്ഷെ ആദ്യം ഉണ്ടായ ചെടി എല്ലാം ഉണ്ടാവും, വേറെ ആയിരിക്കും. ഇങ്ങനെ മാറി മാറി വരുന്നു. ഈ വെള്ളത്തിലൂടെ തന്നെ അവിടെ തന്നെ ആവശ്യമായ വിത്തുകളൊക്കെ ഓട്ടോമാറ്റിക് ഉണ്ടാക്കും. ഇതെങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിന്റെ ചോദ്യം അതാണ്, പ്രകാശം എങ്ങനെ ഉണ്ടായി. ഒരു പാത്രത്തിൽ വെള്ളം തുറന്നിട്ട് ഒരു 4 ദിവസം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പായലുണ്ടാവില്ല, ഒരു വിത്തുമില്ല. നമ്മൾ ഇടുന്നില്ല. എന്ത് ഒരു പാത്രത്തിൽ വെള്ളം തുറന്ന് സൂര്യപ്രകാശം തട്ടുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ 4 ദിവസം കൊണ്ട് അതിൽ പച്ച പായൽ അതിലൊരു വിത്തും നമ്മൾ ഇടുന്നില്ല. അതുപോലെ അത് മാത്രമല്ലല്ലോ, ആ പ്രകാശം ആ വെള്ളത്തെ നീരാവിയാക്കി കൊണ്ടുപോയാൽ വെറ്റിക്കും, പിന്നെ ഇല്ലാതാവും. അതുപോലെ നമ്മൾ അടുപ്പിൽ മോനെ വെള്ളം വെച്ച് തീ കത്തിച്ചാൽ ചിലപ്പോൾ മറന്നുപോയി ചായക്ക് വെള്ളം വെച്ചിട്ട് ഒരു അവിടെ ഇവിടെ പോയി വരുമ്പോൾ വെള്ളം സ്വാഹ, വെള്ളം നീരാവിയായിപ്പോയി. ആരാ കൊണ്ടുപോയത്? ക്ഷമിക്കണം, ഇതൊക്കെ ഈ പറയുന്നതൊക്കെ ഉണ്ടാവണമെങ്കിൽ ആ പ്രകാശം ജ്വാല കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ ജ്വാല ഉണ്ടാകുന്നതിന് മുമ്പ് അതിലൊരു സംശയം എനിക്ക്, ഈ ജ്വാല ഒന്നുമില്ലല്ലോ ഇവിടെ. വെള്ളമോ സൂര്യനോ പ്രകാശമോ വായുവോ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് നമ്മൾ പറയുന്നത് ഈ ഒരു വിത്തിട്ടതുപോലെ സൂര്യൻ ഉണ്ടാവുന്നത്. അത് എങ്ങനെ ഉണ്ടായി ഒരു മനസ്സിന് ഇങ്ങനെ ഒരു വരുന്നതാണ്. അതായത് ആത്മാവ്, ഊർജം എന്നൊക്കെ പറയുന്നത്, ഈ അല്ലാഹു, ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ ശക്തി ഗുണങ്ങളുണ്ട് ഇവിടെ. അതിനെ കാണാൻ പറയാൻ കഴിയില്ല. ആ ഊർജം എന്നൊക്കെ പറയുന്നത് അതിന് രൂപവുമില്ല, വല്ല കരണ്ട് പോലെ രൂപമില്ലല്ലോ. അങ്ങനെ സാധിച്ച് മനസ്സിലാക്കുവാൻ ഗുണവാനാണോ? അതിനെയാണ് ഈശ്വരൻ, ദൈവം, അള്ളാഹു എല്ലാം പറഞ്ഞു. ചിലോലി അവിടെ ഈശ്വരനൊന്നും പറയില്ല, ബുദ്ധനെ പോലെ ശക്തി, പ്രപഞ്ച ശക്തി, ഊർജം എന്നൊക്കെ പറയും ശാസ്ത്രം. എന്തെങ്കിലും ഒന്ന് പറയണോ അതിന്? ഗുണങ്ങളൊന്നും ഇല്ലാതെ ഉള്ള എന്താണോ ഉള്ളത്, പിന്നെ അതിന് എന്തുണ്ടായാലും അതൊരു ഗുണമാണ്. നിർഗുണ പരബ്രഹ്മം അവരവസ്ഥയിലാണ് നമ്മൾ ശരീരം വിട്ടു കഴിഞ്ഞാലും ആ ഒരു അവസ്ഥ ഉണ്ടാവും. വിട്ടുകഴിഞ്ഞാൽ ആത്മാവ് ആ സ്ഥലത്ത് പോയെങ്കിലും വീണ്ടും ഇവിടെ തന്നെ വിഹരിക്കുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ടെന്ന്, നമ്മൾ വലിച്ചിരിക്കുന്ന ഓരോ ശ്വാസം പോലും അതിനെ തിരിച്ച് നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. ഇത് ഇങ്ങോട്ടാ പോകുന്നത്, വരുന്ന ഓടാൻ നിൽക്കുന്നത് നോക്കിയാൽ മതി. അതുപോലെ തന്നെയാണ് ശരീരം പോലും.
കുട്ടി ജനിക്കുമ്പോ ഒരു പ്രപഞ്ചം തന്നെ ആ ജനിക്കണം. ഒരു പ്രപഞ്ചം ആ വിത്ത് നിങ്ങളെ ബീജത്തില് നിങ്ങളെ പൂർണ്ണത ഉൾക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ ഉൾക്കൊള്ളുന്നതെന്നാണ് നിങ്ങൾ ചോദിച്ചിട്ട്. നിങ്ങളുടെ ബീജത്തിൽ നിങ്ങൾ എന്ന പൂർണ്ണതയും ബാക്കി ജന്മാന്തരം കൂടുന്ന എല്ലാ ജീനുകളും ശാസ്ത്രവാസത്തിൽ പറഞ്ഞ ജീനുകൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതാണ് മുളച്ച് ആ വിത്ത് ചെടികളെ മുളച്ച് നിങ്ങളെ രൂപം ഉണ്ടാകും. എന്നിട്ട് നിങ്ങളുടെ സ്വഭാവവും പ്രവൃത്തിയൊക്കെ അതിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൻ്റെ സ്വഭാവമൊക്കെ അതിലെ വരും. എല്ലാ ജീനും ഉണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞ് ഈ ചങ്ങായി ഒരു കമ്പത അവിടെ കിടക്കുന്നതാണ്. അവിടെ നോക്ക്, മുരിങ്ങ കൊമ്പ്, വലിയ കൊമ്പ്. ഇത് ഒരു 6 ഇഞ്ച് വലുപ്പത്തിൽ ഓരോ പീസാക്കി കൊണ്ട് കുത്തി വെക്കേണ്ടി. അത് കിളിർത്ത് മുളച്ച് വളർത്തുക. അപ്പൊ ഓരോ അണുവിലും ആ മുരിങ്ങക്കായും ആ മരമുണ്ട് അല്ലേ? എന്നെ പോലെ നിങ്ങളുടെ ഓരോ അണുവിലും ജന്മാന്തരങ്ങളിലുള്ള എല്ലാവരും ഉണ്ട്, പ്രപഞ്ചവുമുണ്ട്. അതാണ് ഞാൻ ജന്മാന്തരം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ് ഇതിലേക്ക് വെളിവാകുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഗോപിഷ്ഠനായ നിങ്ങളുടെ മുൻഗാമികൾ ആരെങ്കിലും ഇത് ജീനെല്ലാം ഉണ്ടല്ലോ ആവും. ചിലപ്പോൾ സൗമ്യനായിരിക്കും. പക്ഷെ വേറെ ഒന്നും, നമ്മളെ കുട്ടികളുണ്ടായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെല്ലാം കണ്ട് കേട്ട് പകർന്നെടുത്തിട്ടാണ് അവർ സംസ്കാരത്തെ രൂപീകരിക്കുന്നത്. നല്ല കുട്ടികൾ, നല്ല രക്ഷിതാക്കളുടെ കുട്ടികൾ, ദൈവികമായി ജീവിക്കുന്നവരുടെ കുട്ടികൾ കള്ളുകുടിയും ഈ ലഹരി പദാർത്ഥങ്ങളിലെല്ലാം പോയി ജീവിതമാകെ കളഞ്ഞ് നഷ്ടപ്പെടുത്തിയ കുടുംബത്തിനും ആ സമൂഹത്തിനാകെ ചീത്തപ്പേരുണ്ടാക്കുന്ന കുട്ടികൾ. ഇതെങ്ങനെ കേടും? അതുപോലെ ജീനിലുള്ളതല്ല. നമ്മുടെ കൂട്ടാളികളെ കൂടെ കൂടിയിട്ട് സിഗരറ്റ് അവർ വലിക്കുമ്പോൾ നമ്മൾ ആദ്യം എതിർക്കും, പിന്നെ അതിനോട് നമ്മൾ സാമ്യപ്പെടുകയാണ്. പിന്നെ തുടങ്ങി സിഗരറ്റ് വലിച്ച്, അതുപോലെ ലഹരി വലിച്ച്, അല്ല കഞ്ചാവ് വലിച്ച്, കള്ള് കുടിച്ച്. കൂട്ടാളികളാണ് നിങ്ങളെല്ലാം ഏത് വഴിയിലൂടെ കൊണ്ടുവന്ന്. അപ്പോൾ കൂട്ടാളികളെ ശ്രദ്ധിച്ചേ പറ്റും. നിങ്ങളെ കുട്ടികളെ ഫ്രണ്ട്സ് കൂട്ടാളികൾ ആരാ നിങ്ങൾ പരിശോധിച്ചേ പറ്റും. നിർബന്ധം. നല്ല കൂട്ടാളികളാണെങ്കിൽ മാത്രമേ അവരെ കൂടെ വിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വിട്ടാൽ വിനവും കള്ളുകുടിയും കഞ്ചാവും ചരസും വ്യഭിചാരവുമായിട്ട് അപകടപ്പെട്ടു പോകും. അപ്പം നമ്മൾ കുട്ടികളെ ഇഷ്ടത്തിനൊന്നും നല്ല വിടണം. നല്ല കൂട്ടാളികൾ വിട്ടുകൊടുക്കണം. നല്ല കൂട്ടാളികളെ കൂടെ വിടണം. അല്ലെങ്കിൽ അവിടുന്ന് അന്വേഷിക്കുന്നത്. ഇവിടെ എല്ലാ ജാതി ആളുകളും വരുത്തുണ്ട്. കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോ ചില കുട്ടികളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ട് വളർത്തുന്നുണ്ട്. അവരാ എന്താ പറയുക, എന്തെങ്കിലും പറയാതെയോ ശകാരിക്കാതെയോ അതൊന്നും ഇല്ലാണ്ട് കുട്ടികളെ ആ ഒരു ലെവലിൽ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് അവരെ വിടുമ്പോൾ അവർക്ക് അവിടുന്ന് ശകാരവും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഇതാക്കും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല പ്രശ്നം. അപ്പൊ കുട്ടികളെ കുറച്ചും കൂടി നമ്മൾ സഹായിക്കല്ല. നമ്മൾ ശകാരിച്ച് കുട്ടികളെ വേദനിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കി വളർത്തും. ശക്തി കൊടുക്കണ്ട. ഇല്ലല്ലോ, അത് ഇവിടെ നിങ്ങളെ വിട്ട് പോകും കുട്ടികൾക്കില്ല. ഇവിടെ ഭയങ്കര ക്രൂരതാണ്, പ്രശ്നമാണ്, വിഷമമാണ്. നമുക്ക് സ്നേഹം കിട്ടണം, സമാധാനം കിട്ടണം എന്നൊരു വേറെ ആരും സ്നേഹിക്കാൻ പോകും. അങ്ങനെയുണ്ട് ഇവിടെ. ഒരു കുട്ടിയിൽ ഇങ്ങനെ ഒരു ആത്മഹത്യ 18 വയസ്സ്. കാരണം എന്താ? കാരണം ഇതന്നെ വേറെ ആൾക്ക് സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കിട്ടിയപ്പോൾ. അതെ, വീട്ടിൽ നിന്ന് കിട്ടിയാലും പുറത്തുനിന്ന് കിട്ടിയാലും അതപ്പം നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. പിന്നെ ഈ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ഇവിടെ ചോദിക്കണ്ട, കിട്ടാത്ത ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുട്ടികളെ ശകാരിക്കല്ല വേണ്ട, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മോനെ ഇങ്ങനെ ആയാലും ഇന്ന മാതിരി പ്രശ്നവും നഷ്ടം വരും, കഷ്ടം വരും, പ്രയാസം. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും പറഞ്ഞു കൊടുക്കും. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് നല്ല ചെയ്യുന്ന അവർ കാണണം. നിങ്ങൾ മൊബൈൽ നോക്കണ്ടെന്നിട്ട് നിങ്ങൾ മൊബൈൽ നോക്കുമ്പോൾ അവർ മൊബൈൽ നോക്കിയിരിക്കും. നിങ്ങൾക്ക് അവർക്ക് പറ്റൂല, നിങ്ങൾക്ക് പറ്റൂന്നോ? നിങ്ങളും നോക്കാൻ പാടില്ല. അവരെ അവരെ കാഴ്ചകൾ കാണാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ് അവർ പകർന്നെടുത്തത് കേട്ടു അല്ലേ? നമ്മൾ സംസാരിക്കുന്ന
കാര്യവും ഭാഷയും രീതിയും പ്രവൃത്തിയും സംസ്കാരവുമാണ് അവർ പകർന്നെടുക്കുന്നത്. അപ്പം നമ്മളെ പകർന്നെടുത്ത് നമ്മുടെ പ്രതിനിധികളായിട്ട് പിൻഗാമികളായിട്ട് വരുന്ന നല്ലത് മാത്രമേ നമ്മളടുത്തുണ്ടാവൂ. നമ്മളടുത്തില്ലാത്തത് വേറെ ഒന്നുണ്ടെങ്കിൽ, മോശപ്പെട്ടാണെങ്കിൽ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ശകാരം കുട്ടികളിൽ വെറുക്കും, ഇഷ്ടക്കേട് വരും, അവർ വേറെ സ്നേഹം തേടി പോകും. നമ്മൾക്ക് സ്നേഹം കിട്ടുന്നില്ല. ഭാവിയിലത്തെ ഉത്തരം കിട്ടിയത് ശകാരിക്കാതെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അപ്പൊ നിങ്ങൾ ശക്തരായി ഇരിക്കണം എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി. പക്ഷെ വേറൊന്നുണ്ട്, അത് മറന്നു പോകും. ചിലപ്പോൾ പറഞ്ഞതൊന്നും ഒരിക്കൽ തലയിൽ കയറൂല, വീണ്ടും അത് ചെയ്തെന്ന് വരും. എന്നാലും ശകാരിക്കരുത്. ഏതുപോലെ പറയാം, നിങ്ങൾ ബീച്ചിലോ അവിടെ ഇവിടെ പോയി നോക്കിയാൽ കാണാം. അപ്പോൾ ഒരേ അഡ്വർടൈസ്മെന്റ് ബോർഡ് തന്നെ അടുത്തടുത്തടുത്ത് ധാരാളം വെച്ചില്ല. ഓരോ ബോർഡിനും എത്ര 1000 രൂപയാണ് ചിലവ്. പിന്നെ അടുത്തടുത്ത് വെക്കുന്നു. ഒന്ന് കണ്ട് മനസ്സിലായി കൊള്ളാം ഇല്ല. അത് മനസ്സാസമാണ്. നിങ്ങളിങ്ങനെ നോക്കുമ്പോഴൊക്കെ അത് കണ്ട് കണ്ട് മനസ്സിൽ പതിയണം. ചെറുവലി പറയും, ബാബ പറഞ്ഞ എന്നെ പറയുന്നു, വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ ടി വി നോക്ക്, അഡ്വർടൈസ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് സിനിമ ഏതോ സീരിയലോ കാണിച്ചിട്ട് അഡ്വർടൈസ്മെന്റ് കാണിച്ചുകൊണ്ടേയിരിക്കും. വലിയ വർത്തിക്കലാണ് നമ്മൾ. ഇതുപോലെ ബോർഡ്, ആ ബീച്ചിൽ പോയൊക്കെ ബോർഡ് ഒരു 5 ഫുട്ട് വ്യത്യാസപ്പെട്ട് ഒരുപാട് ബോർഡ് ജോലിയായിട്ട്. ഞാൻ ആലോചിച്ച് എത്ര 1000 ലക്ഷക്കണക്കിന് രൂപയാണ് അടുത്തടുത്തടുത്തടുത്ത് വെച്ചിരിക്കുന്ന ഒരേ ബോർഡ്, ഒരേ ചിത്രം, ഒരേ വിഷയം. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ കിട്ടി, ഇത് മനസ്സാസമാണ്. പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, കണ്ടത് തന്നെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോഴേ അവിടെ ഫീഡാവും. അവിടെ ഫീഡാക്കാനുള്ള മനസ്സാസപരമായുള്ള ഒരു പ്രക്രിയയാണ്. കുട്ടികൾക്ക് ഇപ്പൊ കുറെ പ്രാവശ്യമല്ല ഇത് പറയുന്നത്, പറഞ്ഞ തന്നെ പറഞ്ഞു കൊടുക്കുന്നു പറയും. പക്ഷെ നമ്മൾ അവരെ പറഞ്ഞതുപോലെ ചെയ്യാത്തതുകൊണ്ട് വീണ്ടും പറയാം. നമ്മൾക്ക് അവർ നല്ലതാവണം, ഉദ്ദേശിക്കുന്ന മാതിരി ആവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കുട്ടിക്ക് അത് കേട്ട് വെറുപ്പുണ്ടാകും. പക്ഷെ ഇത് അപ്പോൾ ആ അഡ്വർടൈസ്മെന്റ് പോലെ നമ്മൾ വീണ്ടും മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാനുള്ള പ്രയത്നത്തിലാണ്. ഇത് മനസ്സാസ്വാദമായ ഒരു പ്രയോഗം.